ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കഥ പറയുകയുണ്ടായി, ഒരു ചരിത്രം പറയുകയുണ്ടായി. അതായത് ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് ഒരു സ്ഥലം വേണം. അങ്ങനെ അദ്ദേഹം വേറൊരാളുമായി ഇടപെടുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരു വലിയൊരു സ്ഥലം, വലിയൊരു വസ്തു എഴുതി വാങ്ങിക്കുകയും ചെയ്തു. എഴുതി വാങ്ങിച്ചതിന് ശേഷം ദാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വസ്തു ഉപകാരമുള്ളതാക്കാൻ വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ആ ഒരു വസ്തുവിനെ ആ ഒരു സ്ഥലത്തെ ഇളക്കി മറിക്കാനായിട്ട് തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കുടം കിട്ടുന്നത് പോലും. ആ കുടത്തിൽ അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഫുള്ള് സ്വർണ്ണ നാണയങ്ങൾ, നിറച്ച് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഇത് കണ്ടതോടെ വളരെയധികം അത്ഭുതപ്പെട്ടു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് ഇത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഉടൻ തന്നെ നേരത്തെ ഈ ഒരു വസ്തുവിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ ഒരു കുടമായി അദ്ദേഹം ഓടി ചെല്ലുകയും അവിടെ ആ വീട്ടിൽ ചെന്ന് മുട്ടുകയും ചെയ്തു. ശേഷം അദ്ദേഹം ഇറങ്ങി വരികയും അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തന്നത് ഈ ഒരു വസ്തുവിന്റെ ആ ഒരു സ്ഥലത്തിന്റെ മാത്രം പൈസയാണ്. മറിച്ച് ആ സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്കുള്ള പൈസയോ ഈ കുടത്തിലുള്ള സ്വർണ്ണ നാണയങ്ങൾക്കുള്ള പൈസയോ ഞാൻ തന്നിട്ടില്ല. അഥവാ ഞാൻ ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നാളെ മരിച്ചു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ പറ്റി എന്നോട് ചോദിക്കും. അതുകൊണ്ട് എനിക്കിത് വേണ്ട, സഹോദരൻ തന്നെ എടുത്തോ എന്നും പറഞ്ഞ് ആ കുടം നീട്ടുന്നുണ്ട്. എന്നാൽ ആ സമയത്തെല്ലാം ഇണ്ടാതിരുന്നു കൊണ്ട് ശേഷം ആ ഒരു ഉടമസ്ഥൻ ആ ഒരു സഹോദരനോട് പറയുന്നുണ്ട്, സഹോദര, ഇത് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങൾ എനിക്ക് ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു വസ്തുവിന്റെ പൈസ മാത്രമാണ് തന്നത്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാം, അതായത് ആ സ്ഥലത്തിലുള്ള വൃക്ഷങ്ങളും ആ സ്ഥലത്തിലുള്ള ചെടികൾ ഉൾപ്പെടെ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആ ഒരു പൈസയുടെ അർത്ഥം ഇതെല്ലാം നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഉടമസ്ഥൻ പറയുകയുണ്ടായി, അഥവാ ഞാൻ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇതിനെ പറ്റി ചോദിക്കും. എനിക്ക് ആ ഒരു കാര്യത്തെ ആലോചിച്ച് പേടി തന്നെയാണ്. അങ്ങനെ അവർ ഇരുവരും വളരെ തർക്കങ്ങളിലേക്ക് പോവുകയാണ്. ശേഷം ഇരുവരും ഒരു കാര്യം തീരുമാനിച്ചു. അതായത് ആ ഒരു സ്ഥലത്ത് വലിയൊരു പണ്ഡിതൻ, നല്ല തഖ്വയുള്ള വലിയൊരു പണ്ഡിതൻ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഇരുവരും ആ ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് പോയി ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം വിവരിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെയാണ് ആ ഒരു പണ്ഡിതൻ ഇരിക്കുന്നത് പോലും. അവസാനം ആ ഒരു പണ്ഡിതൻ അവരിൽ ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്. അപ്പോൾ അടുത്തയാൾ പറഞ്ഞ്, എനിക്കൊരു മോനുണ്ടെന്ന്. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞത്, ആ മോനെ കൊണ്ട് ആ മോളെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുക, അവർ ഇരുവരും ഇതിന്റെ കാര്യങ്ങൾ നടത്തിക്കോളും. അത്രയും നേരം അവരിരുവരും ആ തർക്കങ്ങളിലേക്ക് തന്നെ പോകാൻ കാരണമായ ആ ഒരു പ്രശ്നം തന്നെ ആ പണ്ഡിതൻ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു പ്രശ്നത്തിന് വിരാമം കുറിക്കുകയുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതവരെ നിർത്തുകയും ചെയ്തു. ആ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നാം എടുക്കുന്ന ഓരോ കാര്യങ്ങളും, നാം സ്വന്തമാണെന്ന് കരുതുന്ന ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം നമ്മളുടേത് തന്നെയാണോ, അതോ ഇതിനെല്ലാം നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഹിസാബ് പറയേണ്ടി വരുമോ, കണക്ക് പറയേണ്ടി വരുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ നമ്മെ എല്ലാവരെയും തഖ്വയുള്ളവരാക്കി അനുഗ്രഹിക്കട്ടെ.